ഇതുവരെ എൻ്റെ ഭാര്യനെ അടിച്ചിക്കണാടാ. ഇല്ല. എത്ര കൊല്ലമായി ചങ്ങായി കല്യാണം കഴിഞ്ഞിട്ട്? 10 കൊല്ലം. 10 കൊല്ലമായിട്ട് ഇന്ന് വരെ ഭാര്യനെ തല്ലിയിട്ടില്ല. ഇജ്ജൊക്കെ ഒരു ആണാ. അപ്പോൾ അപ്പം തീരുമാനിച്ചു, എന്നാലേ ഇനി ഇവിടുന്ന് കണ്ട ആണാകുക. എങ്ങനെ? ഭാര്യനെ തല്ലിയിട്ട്. അപ്പം ഞാനിപ്പോൾ എന്തു പറഞ്ഞിട്ടാ അവളെ തല്ലാന്ന് ആലോചിക്കുമ്പോൾ മറ്റോ വളവ് പറഞ്ഞു കൊടുത്തു, ഇജ്ജൊരു കാര്യം ചെയ്യുക, ഒരു 1/2 കിലോ പഴം മേടിച്ചിട്ടാണ് കൊണ്ടേ കൊടുക്കുക. ഒന്നും മിണ്ടാണ്ടങ്ങട്ട് ഇറങ്ങി പോന്നാളെ. എന്നിട്ട് 10 മണിയാവുമ്പോൾ ഇടുക്ക് പഴവും ചായ ഇടിക്കുമെന്ന് പറയാം. ആ പഴങ്ങാനും പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെ എന്നോട് പഴം പുഴുങ്ങാൻ പറഞ്ഞു പറഞ്ഞാൽ തല്ല. പുഴുങ്ങിയിട്ടില്ലെങ്കിലോ മനുഷ്യന്മാർക്ക് കഴിക്കാൻ പച്ചപ്പഴം കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും തല്ല. രണ്ടായാലും തല്ല ഉറപ്പാ. ആ ധൈര്യത്തിൽ പഴം കൊണ്ടേ കൊടുത്തിട്ട് പിന്നെ ഇയാളുകൊണ്ട് ഇറങ്ങിപ്പോന്ന് 10 മണിയായപ്പോൾ ചെന്നു ചായ എടുക്കുകയാണ്. ഇയാളിങ്ങനെ കുപ്പായ കൈയൊക്കെ കയറ്റി വെച്ചിട്ട് അടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇവളെന്താ ചെയ്തതെന്ന് അറിയങ്ങൾ? 2 പഴം പുഴുങ്ങിയതും 2 പഴം പച്ചി. ഇയാൾ അടിക്കാൻ നീയത്തെ ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാക്കണ പുഴുങ്ങിയ പഴം, ഇതാക്കണ പച്ചപ്പഴം തന്നെ കണ്ട് ഒരു ഗ്ലാസ് ചായയും. ഇയാളിങ്ങനെ ആലോചിച്ചൊന്ന് പഠിച്ച റബ്ബങ്ങി എന്തും പറഞ്ഞിട്ടാ തല്ല. എന്തായാലും ഇയാൾ ആലോചിച്ചില്ല, അടിക്കാൻ നേർച്ചറിഞ്ഞാണല്ലോ. ഇയാൾ ഒരൊറ്റ അടിയാ. എന്നിട്ട് ചോദിച്ചു, ആരാ എന്നോട് പഴം പുഴുങ്ങിയില്ല? എന്തുകൊണ്ട് പഴം പുഴുങ്ങിയില്ല? 2 പുഴുങ്ങിയതുകൊണ്ട് 2 പുഴുങ്ങാത്തതുണ്ട്. അവൻ പറഞ്ഞിട്ട് അടിച്ചേ. എന്തുകൊണ്ട് പഴം പുഴുങ്ങിയില്ല എന്നാണ് ഞാൻ അടിച്ചത്. വീട്ടിൽ സമാധാനം ഉണ്ടാവുമ്പോഴാണ് സ്നേഹം ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുമ്പോഴാണ് സമാധാനം ഉണ്ടാവുക. സമാധാനവും സ്നേഹവും യഥാർത്ഥത്തിൽ മാനത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒന്നല്ല. അത് നമ്മൾ കരുതിക്കൂട്ടി ഉണ്ടാക്കണം. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ എല്ലാവരുമായി നർമ്മം കലർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷം പകർന്ന വർത്താനം പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പഴം കഴിച്ചപ്പോൾ ആ കുരുവൊക്കെ അലി മരുവാനാണല്ലോ, പ്രിയപ്പെട്ട മരുമകൻ, ഫാത്തിമയുടെ ഭർത്താവ്. അതുകൊണ്ട് ആ ഈത്തപ്പഴം കഴിച്ചിട്ട് കുരുവൊക്കെ നബി എന്ത് ചെയ്തു എന്നറിയോ? അലിൻ്റെ മുന്നിക്കാണ് വെച്ചു കൊടുത്തത്. അവസാനം തീറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നബി അലിനോട് പറഞ്ഞു, ഓ അലി, എൻ്റെ മുമ്പിലുള്ള ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരു എന്ന് പറഞ്ഞാൽ ഇത്ര അധികം ഈത്തപ്പഴം തിന്നുവല്ലേ എന്നാണ് ധ്വനി. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇത് അമ്മോശൻ നമ്മളെ പറ്റിച്ചതാണ് എന്നുള്ള കോലത്തിലല്ല പെരുമാറിയത്. എന്താ പറഞ്ഞ നിങ്ങൾ? അലി റളിയല്ലാഹു അൻഹു ആ നബിനോട് പറഞ്ഞു, നബിയെ ഞാൻ കുരു ഒഴിവാക്കിയിട്ടാണ് തിന്നത്. എന്നുവെച്ചാൽ നബി ഈത്തപ്പഴം തിന്നിട്ടുണ്ട്, പക്ഷെ കുരു കാണാനില്ല. അതിൻ്റെ അർത്ഥം എന്താ? കുരു അടക്കം വിഴുങ്ങിന്നല്ലേ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ കുരു ഒഴിവാക്കിയിട്ടാണ് തിന്നത്. ഒരു നല്ല മരുവൻ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നോക്കുങ്ങൾ അമ്മോശം ഇങ്ങനെ വരുമ്പോൾ മരുവൻ കാണാൻ അതിൻ്റെ അപ്പത്തുകൂടി അങ്ങോട്ട്